നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ നമ്മൾ കാണുന്ന വേദയ്ക്ക് എങ്ങനെ ഗുണ്ടാഭിലാഷിന്റെ കൂട്ടരുടെ പിടിയിരുന്ന് രക്ഷപ്പെടണം എന്നറിയില്ലായിരുന്നു. താൻ വന്ന് പെട്ടിരിക്കുന്ന വലിയൊരു കെണിയിലാന്ന് മനസ്സിലായി. പക്ഷെ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാനാ? അവസാനം വേദ ശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേദയുടെ വായിലും കൂടെ തുണി തിരികാണോ അവന്മാര്. കാരണം ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് ഇനിയിപ്പോൾ ആരെങ്കിലും വന്നാലോ? വേദയ്ക്കാണെങ്കിൽ ശബ്ദിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിപ്പോയി. പിന്നീട് അവന്മാരെന്ത് ചെയ്യണം? അവന്മാർ പോയി അവിടെ മാറി ഇരുന്നിട്ട് ഭയങ്കര വെള്ളവടിയും പാർട്ടിയൊക്കെയാണ് ഗുണ്ടാഭിലാഷും കൂട്ടരും കൂടെ. കാരണം ഒത്തുകിട്ടിരിക്കുന്ന നല്ല ഒരെണ്ണത്തിനാന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ട്. എന്തും ചെയ്യാനായിട്ട് വാസവൻ പെർമിഷൻ കൊടുത്തിരിക്കുകയാണ്. അവൻ വരുമോന്ന് നോക്കണം. വിക്രം വന്നില്ലെങ്കിൽ അവളെ ഇഞ്ചിഞ്ചായിട്ട് തീർക്കണം. ഒരു ഇച്ചിരി ശ്വാസം മാത്രം വെച്ചാൽ മതി. ഇത്രയും പേരുടെ മുന്നിൽ എന്താണെങ്കിലും അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം വാസവനും കൂട്ടർക്ക് നന്നായിട്ട് അറിയായിരുന്നു. അങ്ങനെ വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടാണ് വാസവൻ അങ്ങോട്ടേക്ക് പോകുന്നത്. ഈ സമയത്ത് വിക്രം ഇങ്ങനെ ആലോചിക്കുക, ഇതുവരെയായിട്ടും വേദ വന്നിട്ടില്ല. കാരണം കോടതി ഇതുവരെയായിട്ടും അവൾ എത്തിയിട്ടില്ല. പിന്നെ എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കാം. ആ സമയത്ത് നന്ദിനി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അവളുടെ അഹങ്കാരം കണ്ടോ? അവൾ ഇതുവരെയായിട്ട് ഇങ്ങോട്ടേക്ക് വന്നില്ല. അവൾക്കറിയാം ഇങ്ങോട്ട് വന്നാൽ ശരിയാവത്തില്ലെന്ന്. അതുകൊണ്ടാണ് ഇപ്പം മിക്കവാറും അവളുടെ വീട്ടിലേക്ക് പോയി കാണും. വിക്രത്തിനെതിരെ മൊഴി കൊടുത്തോണ്ട് അവൾ പേടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാതിരിക്കുന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിനായകൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. ഈ സമയത്ത് വിനായകൻ പറഞ്ഞു, ചിലപ്പോൾ ശരിയായിരിക്കും, അവൾക്ക് തോന്നിക്കാണും ഇനി ഇങ്ങോട്ടേക്ക് വന്നിട്ട് കാര്യമില്ലെന്ന്. വിക്രം ഇനി അവളെ ഉൾക്കൊള്ളുമെന്ന് അവൾക്ക് പേടി കാണുമെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദിനി പറഞ്ഞു, അത് ശരിയാ വിനയേട്ടാ, അവൾ വരാതിരുന്നാൽ മതിയായിരുന്നു. ഈ പോക്ക് അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു. എങ്കിൽ മനുഷ്യന് കുറച്ച് സമാധാനം കിട്ടിയാലെന്നൊക്കെ പറയണം. പക്ഷെ ഇത്ര സമയമായിട്ടും വേദേനെ കാണാതെ വന്നപ്പോഴത്തേനും മാഷിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് മാഷ് ശ്രീജയോട് ചോദിച്ചു, അല്ല ശ്രീജ, വേദം വിളിക്കുകയോ മറ്റോ ചെയ്തായിരുന്നു ചോദിക്കുക. ഇല്ല, വിളിച്ചില്ല എന്ന് പറയാം. അതൊന്ന് വിളിച്ചു നോക്കാൻ മേലായിരുന്നെന്ന് ചോദിക്കും. ശ്രീജ വിളിച്ചു നോക്കി കഴിയുമ്പോൾ ഫോണ് കിട്ടണില്ല. പരിധിക്ക് പുറത്തെന്നൊക്കെയാ പറയണേ. പരിധിക്ക് പുറത്താച്ചാ പറയണേന്ന് പറയും. ഇതെവിടെ പോയിരിക്കുക എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും കമല അങ്ങോട്ടേക്ക് വന്നു. കമല വന്നിട്ട് പറഞ്ഞു, അവൾ അവളുടെ വീട്ടിൽ പോയി കാണും മാഷേന്ന് പറയണ. വീട്ടിൽ പോവാനാ? അതെ, വീട്ടിൽ പോയി കാണുമായിരിക്കും. അവൾക്ക് തോന്നിക്കാണും ഇനി ഇങ്ങോട്ടേക്ക് വന്നിട്ട് കാര്യമില്ലെന്ന്. നമ്മളെന്തേലുമൊക്കെ പറഞ്ഞാലൊന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്ന് പറയണ. ഇത് കേട്ടപ്പോൾ മാഷ് പറഞ്ഞു, ഓ, എനിക്കതും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൾ എന്താളും പറയാതെ പോയില്ല എന്ന് പറയണം. കാരണം മാഷിനറിയാം വിക്രത്തെ അവൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അത് മാഷിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. വിക്രത്തിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് വേദ വിക്രത്തിനെതിരെ മൊഴി കൊടുക്കാൻ തയ്യാറായത്. ആരെക്കാളും കൂടുതലായിട്ട് അത് മാഷിന് മനസ്സിലായ കാര്യമാണ്. ഈ സമയത്ത് നന്ദിനി അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു, അമ്മേ, അവൾ ഇനി വരാനൊന്നും പോകുന്നില്ല എന്ന് പറയാം. അവൾ അവളുടെ വീട്ടിൽ നിൽക്കത്തുള്ളൂ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അവൾ ആ ഭായം കൊടുത്ത് അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു. എങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ലായിരുന്നു പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം കമല അവൾ നന്ദിനിയെ നോക്കുകയാണ്. അപ്പോഴേക്കും മാഷ് ചോദിച്ചു, നിനക്കെന്താ നന്ദിനി അവളെ പറഞ്ഞു വിടാൻ ഇത്ര ധൃതിയെന്ന് ചോദിക്കുക. അല്ലച്ചാ, അവള് ഇങ്ങോട്ടേക്ക് വരുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോഴേക്കും മാഷ് പറഞ്ഞു, കമല, നീ ഒരു കാര്യം ചെയ്യുക, വേദയുടെ വീട്ടിലേക്കൊന്ന് വിളിച്ചു നോക്ക്. അവിടെ ചെന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാലോ. അത് പിന്നെ മാഷെ, നിനക്കെന്താ വിളിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കാം. നന്ദിനി പറഞ്ഞു, എൻ്റെ അമ്മ നാണം കെട്ട് വിളിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ വിളിച്ചാൽ അവൾ വിചാരിക്കും അവളുടെ കാല് വീണ് വിളിച്ച് നമ്മളിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നതാണ്. അമ്മയ്ക്ക് നാണക്കേടാ അത്. ഇത്രയൊക്കെ അവൾ ചെയ്ത് കൂട്ടിയിട്ട് പിന്നെ അവളെ കാല് പിടിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ? അമ്മയുടെ മോനെതിരെ അത്രയും വലിയ മൊഴി കൊടുക്കാനായിട്ട് അവൾ ഇറങ്ങി തിരിച്ചല്ലേ. അമ്മയും ഞാനും എല്ലാവരും എന്തുമാത്രം പറഞ്ഞു വേണ്ടാന്ന്, എന്നിട്ട് അവൾ അനുസരിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പം കമലയ്ക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കമല പെട്ടെന്ന് മാഷിനെ ഒന്ന് നോക്കുകയാണ്. മാഷ് പറഞ്ഞു, ഇതേ കമലെ, അവൾ ആരാ നിനക്കറിയാലോ, നിന്റെ മരുമോളവള്. പിന്നെ അവൾ അങ്ങനെ പോകുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണം. ശ്രീജയൻ പറഞ്ഞു, വേദ അങ്ങനെ ഒരിക്കലും വീട്ടിൽ പോയി നിൽക്കാൻ വഴിയില്ല. അങ്ങനെ പോയി നിൽക്കാനാണെങ്കിൽ വന്ന സമയത്ത് എത്രയോ അവസരങ്ങളുണ്ടായിരുന്നു. അന്നൊന്നും വേദ പോയിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വേദ പോകുന്നു വിശ്വസിക്കാനായിട്ടും സാധിക്കുമായിരുന്നില്ല. ശ്രീജയ്ക്കൊക്കെ ആണെങ്കിലും സമയം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വേദയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇടയ്ക്ക് ഗുണ്ടാഭിലാഷ് വന്നിട്ട് പറഞ്ഞു, എടി, നിന്റെ അവനുണ്ടല്ലോ, അവൻ വരൂ എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും നീ ഇരിക്കുന്നില്ലേ. അവൻ വരണം, അവനെ കാത്താ ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നേ. ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും അവൻ വരുമല്ലോ. അവന് വേണ്ടി ഞങ്ങൾ വല വിരിച്ചിരിക്കുക അടിയെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് നല്ല ദേഷ്യം വന്നു. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. വേദ മനസ്സിൽ കരുതി, വിക്രം വരും, വിക്രം ഉറപ്പായിട്ടും വന്ന് തന്നെ രക്ഷിക്കും. കാരണം തൻ്റെ മനസ്സ് വിക്രത്തിന് അറിയാൻ സാധിക്കുമായിരിക്കും. തനിക്ക് അപകടം പറ്റിയെന്ന് അറിഞ്ഞാൽ വിക്രം എത്രയൊന്നും വെറുതെ ഇരിക്കില്ല. കാരണം താൻ ചെയ്ത് തെറ്റായിപ്പോയി എന്നൊരു ചിന്ത വേദയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പിന്നീട് ഗുണ്ടാഭിലാഷം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും വേദ ആലോചിക്കുകയാണ്, വിക്രം എന്തുകൊണ്ടാണ് ചെയ്തത്. എല്ലാവരും വിക്രത്തെ കുറ്റപ്പെടുത്തി, താനും കുറ്റപ്പെടുത്തി. പക്ഷേ വിക്രം ചെയ്തത് ആ പെങ്കൊച്ചിന് നീതി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു. അതിക്രൂരമായിട്ട് അതിനെ പീഡിപ്പിച്ചിട്ട് അതിനെ കൊല്ലാൻ ശ്രമിച്ചതാ.
ഈ വാസവൻ്റെ മോനെ. അപ്പോൾ വിക്രം അങ്ങനെ ചെയ്തില്ലെങ്കിലും അത്ഭുതമുള്ളൂ. അതുകൊണ്ടാണ് തൻ്റെ അച്ഛനും ദർശനമൊക്കെ വിക്രത്തിനോടൊപ്പം നിന്നേ. അതിൻ്റെ സാഹചര്യം കാര്യങ്ങളൊക്കെ വേദയ്ക്ക് മനസ്സിലായി. താൻ ചെയ്ത് തെറ്റാണോ എന്നൊരു ചിന്ത വേദയുടെ മനസ്സിലേക്കും വരുന്നുണ്ട്. താൻ വിക്രത്തിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. ഒരു പക്ഷേ വിക്രം നോക്കിയത് അവൻ്റെ പെങ്ങളുടെ സ്ഥാനത്ത്, അല്ലെങ്കിൽ അവൻ്റെ വേണ്ടപ്പെട്ട ആരുടെയും സ്ഥാനത്ത് ആ ഒരു രീതിയിലായിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കുക. അങ്ങനെയൊക്കെയുള്ള ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട്. വേദയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആ സമയത്ത് തോന്നുന്നുണ്ട്. വേണ്ടിയിരുന്നില്ല, പക്ഷെ വിക്രത്തെ രക്ഷിക്കാനാ താൻ ശ്രമിച്ചേ. വാസവന് ഇത്രയ്ക്ക് വലിയ ഒരു ഉത്തരാണെന്ന് താൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. ഇതിൻ്റെ പിന്നിലെ ലക്ഷ്യങ്ങളും എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വേദയ്ക്ക് സങ്കടം വന്നു. എങ്ങനെയെങ്കിലും വിക്രം ഒന്ന് വന്നാൽ മതിയായിരുന്നു എന്നൊരു ചിന്ത. മുമ്പ് എങ്ങും ഇല്ലാത്തൊരു സ്നേഹം കുറച്ചുകൂടി അവൾക്ക് കൂടുകയും ചെയ്തു. മുമ്പ് വിക്രത്തിനോട് ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, കുറച്ചുകൂടി ഒന്ന് കൂടി സ്നേഹം. ഈ സമയത്ത് രാധ ഭയങ്കര സന്തോഷത്തോടെ വീട്ടിലേക്ക് വന്നേ. പിന്നീട് രാധ മാലതിയോടും ഒക്കെ പറയുന്നുണ്ട് വിക്രത്തിന് ജാമ്യത്തിൽ വിട്ടെന്നൊക്കെ. മാലതി പറഞ്ഞു, അതുകൊണ്ട് നീ തുള്ളി ചാടിയിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കണം. എന്നാലും വിക്രമേട്ടനെ പുറത്തിറക്കിയല്ലോ അമ്മയെന്ന് പറയണം. ആരായി പുറത്തിറക്കിയത്? ആ വേദം മൊഴി കൊടുത്തില്ലേന്ന് ചോദിക്കാം. വേദം മൊഴി കൊടുത്തൊന്നും അതൊന്നും ഏശില്ല. ദർശൻ വക്കീലും ഒന്ന് വാദിച്ച് പുറത്തിറക്കിയെന്നൊക്കെ പറയണം. ഈ സമയത്താണ് അവളുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും പരിചയമില്ലാത്ത നമ്പറാണ്. അങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ആ കാര്യം അറിയണേ. ജീനയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന്. പെട്ടെന്ന് ഒരു നിമിഷം ഞെട്ടിപ്പോയി അവൾ. രാധ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. കാരണം വേദയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ സമയത്ത് അവൾക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും പക്ഷേങ്കിൽ ഈ പറയുന്ന വേദ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വേദയെ അങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. രാധയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി, രാധയല്ല ജീനയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി രാധ ഹോസ്പിറ്റലിലേക്ക് ഓടുകയാണ്. ഈ സമയം മാഷാണെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. എന്താ ഏതാ വേദ എതിരിട്ടും വന്നിട്ടുമില്ല. പിന്നീട് ശ്രീജയോട് പറഞ്ഞു, ശ്രീജ നീ എങ്കിലും ഒന്ന് വിളിച്ചു നോക്ക്, വേദയുടെ വീട്ടിലേക്ക് വിളിച്ചു നോക്കാൻ പറയണം. അപ്പോഴേക്കും കമൽ പറഞ്ഞു, എന്തിനാ മാഷെ വിളിക്കണേ? വിളിക്കേണ്ട കാര്യമൊന്നും ഇല്ലയെന്ന് പറയണം. പിന്നീട് വിക്രത്തിൻ്റെ അടുത്തുണ്ട് ചെന്നിട്ട് ശ്രീജ പറഞ്ഞു, വിക്രം ഒരു പക്ഷേങ്കിൽ വേദ ഇനിയിപ്പം അവളുടെ വീട്ടിലേക്ക് അവനും പോയിട്ടുണ്ടായിരിക്കോ, ഇതുവരെയായിട്ടും എത്തിയിട്ടില്ലോ എന്ന് പറയണം. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, വേദ വീട്ടിലേക്ക് പോകാനോ? എനിക്ക് തോന്നുന്നില്ല അവൾ വീട്ടിലേക്ക് പോകുന്നു. അതെന്താ വിക്രം അങ്ങനെ പറഞ്ഞു? അവൾ അങ്ങനെ പോകുന്ന എനിക്ക് തോന്നില്ല. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവൾക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിയണമായിരിക്കും. അവൾ ഇങ്ങോട്ടേക്ക് തന്നെ വരുള്ളൂ, എന്നെ കാണാനേ വരുന്നുണ്ടായിരുന്നുള്ളൂ. അവൾ വീട്ടിലേക്ക് പോകാൻ വഴിയില്ല എന്ന് പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രീജയ്ക്ക് സംശയമായി. ശ്രീജി ഓർത്തൊന്ന് വിളിച്ച് നോക്കിയാലോ എന്ന് ചിന്തിക്കുകയാണ്. പിന്നീട് കമലയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അമ്മേ ഞാനൊന്ന് വിളിച്ചു നോക്കാമേ, വേദ അവിടെ എത്തിയിട്ടുണ്ടോ എന്നൊന്ന് അറിയാമല്ലോ എന്ന് പറയണം. അങ്ങനെ ശ്രീജ അവസാനം വിളിക്കുകയാണ്. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ വേദ ചെന്നായിരുന്നു. ചെന്നിട്ട് പിന്നെ തിരികെ പോയെന്നുള്ള കാര്യം പറയണേ. പക്ഷെ തിരികെ പോന്നാലും എത്താനുള്ള സമയമായല്ലോ, ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷൻ അവർക്കുണ്ടായി. അതുപോലെ തന്നെ സാവിത്രിയമ്മയ്ക്കൊക്കെ വല്ലാത്ത ടെൻഷനായി. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, ഇതുവരെയായിട്ടും എത്തില്ലെങ്കിൽ പിന്നെ അവൾ ഇതിലേ പോയെന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്കും വരുന്നുണ്ട്. സാവിത്രിയമ്മ പിന്നീട് ശങ്കരനാരായണോട് പോയി പറയുന്നുണ്ട്, വേദ അവിടെ എത്തിയിട്ടില്ലെന്നും പറഞ്ഞിട്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ശങ്കരനാരായണൻ ടെൻഷനായി. ഒരു പക്ഷേ ആ വാസവന് അവൻ മഹാദുഷ്ടനാണ്, എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ്. അങ്ങനെയാണെങ്കിൽ വേദയ്ക്ക് വല്ല അപകടം സംഭവിച്ചിട്ടുണ്ടായിരിക്കുമോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് ശങ്കരനാരായണൻ പത്മനെ വിളിക്കുകയാണ്. പത്മനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്നൊക്കെ ശങ്കരനാരായണൻ പറയണം. വേദ എങ്ങോട്ടാ പോയെന്ന് അറിയത്തില്ലല്ലോ. ഒരു പക്ഷേ ഇനിയപ്പോൾ അവൾ താൻ ഈ സത്യാവസ്ഥയൊക്കെ പറയാത്തതുകൊണ്ട് സത്യം കണ്ടെത്താനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരിക്കുമോ? അവളുടെ സ്വഭാവം കൊണ്ട് പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ തന്നെയാണ് ശങ്കരനാരായണൻ അറിയാം. അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. തൻ്റെ മോളാണ് അവൾ, തൻ്റെ വീറും ഭാഷയൊക്കെ അവൾക്കാണ് കിട്ടിയിരിക്കുന്നത്. പിന്നീട് ശങ്കരനാരായണൻ ഓർത്തു, അങ്ങനെയാണെങ്കിലും വാസവനെ പേടിക്കണം. കാരണം അവൻ തന്നെ വെല്ലുവിളിച്ചാണ്. അതുപോലെ തന്നെ തൻ്റെ മോളെയും വെല്ലുവിളിച്ചിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ദേഷ്യം തീർക്കാൻ എന്തേലും തൻ്റെ മോളെ ഉപദ്രവിക്കോ എന്നൊക്കെ ശങ്കരനാരായണൻ ചിന്തിക്കുകയാണ്. ശങ്കരനാരായണനും അത്ര സമയം ടെൻഷനിലായിരുന്നു. പക്ഷേ ടെൻഷനായി വേദയുടെ കാര്യത്തിൽ. ഈ സമയത്ത് അവിടെ ഇല്ല, എത്തിയിട്ടില്ലെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മാഷിന് ടെൻഷനായി. പിന്നീട് മാഷ് കമലയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാം, നീ എൻ്റെ ഷർട്ടും എടുത്തോണ്ടോ, ഞാൻ പുറത്ത് വന്ന് കവലയിലേക്ക് പോട്ടെ. അവിടെ ചെന്ന് അവിടെയും വേദ ഉണ്ടോ നിപ്പുണ്ടോ, അവിടെ ആരുടെയും ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോയോ, കണ്ടവരുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ എന്ന് പറയണം. കാരണം സമയം അങ്ങോട്ട് വൈകുന്നേരം ആയിക്കൊണ്ടിരിക്കുവാണ്, ഇതായിട്ടും വേദ എത്തിയിട്ടില്ല. പിന്നീട് കമലോട് അങ്ങനെ യാത്ര പറഞ്ഞിട്ട് മാഷ് അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ്. ഈ സമയത്ത് വിക്രത്തിനും മനസ്സിലേക്കും ചെറിയ ടെൻഷനൊക്കെ വരുന്നുണ്ട്. വേദയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചോ, അല്ലെങ്കിൽ അവൾ ഇത്ര സമയം വരാതിരിക്കേണ്ടല്ലോ എന്ന് ഓർക്കുവാണ്. അങ്ങനെ വിക്രം അവസാനം ഇറങ്ങുവാണ് അവളെ അന്വേഷിച്ച്. ഇറങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ വിക്രത്തിനും. ഇറങ്ങുവാണ്. ഈ സമയത്ത് വാസവനെ നേരെ വേദയുടെ അടുത്തേക്ക് വരുവാണ്. വേദയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ വേദ ആകപ്പാടെ അവശതയായിട്ടുണ്ടായിരുന്നു. പിന്നീട്
വാസന്റെ കൈ വലിയൊരു കമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്തുകൊണ്ട് വേദയുടെ അടുത്തേക്ക് വന്നിട്ട് വേദയുടെ താടിയെ പിടിച്ചിങ്ങനെ പൊക്കുവാണ്. ഇതോടെ നിനക്ക് ജീവനുണ്ടല്ലേ, നീ ഇങ്ങനെ ജീവിക്കൂടി, കുറച്ച് ദിവസത്തോടെ ഇങ്ങനെ കിടക്കും. ഇനി എൻ്റെ പിള്ളേരുണ്ടല്ലോ, നിന്നെ അങ്ങോട്ട് ശരിപ്പെടുത്താൻ തുടങ്ങും. ഇന്നത്തോടു കൂടി നീ അവശതയാവൂടി, നാളെ തൊട്ട് നിനക്ക് ശബ്ദം പോലും കാണത്തില്ല. അതോടുകൂടി നീ തീർന്നു. പിന്നെ നിനക്ക് നിന്റെ ദേഹത്ത് ഒരിറ്റ് ശ്വാസം മാത്രമേ കാണത്തുള്ളൂ. ആ പരിവാക്കിയിടും എൻ്റെ പിള്ളേര്. ഇനി അധികം താമസമില്ലടി. എന്താണെങ്കിലും നിന്റെ അവനുണ്ടല്ലോ വിക്രം, അവൻ വരും എന്നുള്ള പ്രതീക്ഷയിലെ ഞങ്ങൾ കാത്തിരിക്കുന്നത്. അതിനു വേണ്ടി ഞങ്ങൾ ഒരിറ്റ് ശ്വാസം നിനക്ക് വെക്കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കമ്പൊക്കെ എടുത്ത് വെച്ച് അവളുടെ താടിക്കിട്ടൊക്കെ തട്ടുവാണ്. വേദയ്ക്ക് നന്നായിട്ട് വേദനിച്ചു. പക്ഷെ എന്നാലും വേദ ആ വേദനയൊക്കെ കടിച്ചു പിടിച്ചു. ഇവൻ്റെ മുന്നിൽ തോറ്റു കൊടുക്കാൻ പാടില്ലല്ലോ. വിക്രം വരുമെന്നൊരു ഉറച്ച പ്രതീക്ഷയോട് കൂടിയിട്ടാണ് വേദ ആ സമയത്തും അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. എന്താണെങ്കിലും നാളെ തന്നെ വിക്രം വരുമായിരിക്കും. വിക്രം വന്ന് രക്ഷിക്കും. കാരണം വിക്രത്തിന് മനസ്സിലാവും വാസവൻ തട്ടിക്കൊണ്ട് പോയെന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ അറിഞ്ഞിട്ട് വാസവൻ്റെ തട്ടകത്തിലേക്ക് തന്നെ വരും. കാരണം ഗുണ്ടാഭിലാഷിനെ കുറിച്ച് അന്വേഷിച്ച് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഗുണ്ടാഭിലാഷിനെ കാണാതെ വരുമ്പോഴത്തേനും അവന് വേദനയെ പൊക്കിയിട്ടുണ്ടെന്ന്. കാരണം ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അവിടുത്തെ പേരറിയപ്പെടുന്ന റൗഡിയാണല്ലോ ഗുണ്ടാഭിലാഷ്. അപ്പോൾ സാധാരണഗതിയിൽ എല്ലാവരും ഗുണ്ടാഭിലാഷിനെയാണ് പോയി സ്വാധീനിക്കുന്നത്. അവനെയാണ് ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുന്നത്. അവസാനം ഗുണ്ടാഭിലാഷ് കൊണ്ടുപോയി ആ തട്ടകത്തിലേക്ക് വിക്രം ചെല്ലുന്നുണ്ട് വേദയെ രക്ഷിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.